യഥാർത്ഥ സമാധാനം നാം അനുഭവിക്കുന്നത് ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ്. ബാക്കി എന്തെല്ലാം കാര്യം അനുകൂലമാണെങ്കിലും സ്വസ്ഥതയും സമാധാനവും ഹൃദയത്തിൽ അനുഭവിക്കാൻ പറ്റുകയില്ല. യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ദൈവം നമുക്ക് തരുമ്പോഴാണ്. എങ്ങനെയാണ് അത് പ്രാപിക്കാൻ കഴിയുന്നത്? ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന ദൂത്, ദൈവം നിങ്ങൾക്ക് സമാധാനം തരും, അവൻ നിങ്ങളെ സമാധാനം നൽകി അനുഗ്രഹിക്കും. 29-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ആമേൻ. ഈ വചനം നിങ്ങൾക്ക് സമാധാനം തരുന്ന വചനമാണ്. നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവത്തിന്റെ ശബ്ദം, സമാധാനത്തിന്റെ വാക്കുകൾ, ഈ ആലോചന, കർത്താവ് പറഞ്ഞ വചനം നിങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാ അസമാധാനങ്ങളും കർത്താവ് എടുത്തു കളയും. ഹല്ലേലൂയ. വെളിച്ചം വരുമ്പോൾ ആരും ഓടിക്കാതെ ഇരുൾ മാറിപ്പോകുന്നത് പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ സമാധാനം നിങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാ അസമാധാനങ്ങളും അസ്വസ്ഥതകളും മാറിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തെ പിണക്കിയിട്ടോ ദൈവ സാന്നിധ്യം ഉപേക്ഷിച്ചിട്ടോ ദൈവവചനം തള്ളിക്കളഞ്ഞിട്ടോ നമുക്ക് ഒരിക്കലും സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുകയില്ല. നമ്മൾ ദൈവത്തിൽ നിന്ന് അകലും തോറും നമ്മളുടെ മനസ്സ് ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കും, ടെൻഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, നമ്മൾ ഒത്തിരി കുരുക്കളിലും പ്രശ്നങ്ങളിലും അകപ്പെടാൻ തന്നെ ഇടയുള്ളൂ. നമ്മൾ ഒരുപാട് ആകുലങ്ങളിലേക്ക് പോവുകയും അനേകരെ കുറ്റം പറയാനും ബഹളം ഉണ്ടാക്കാനും കലഹം ഉണ്ടാക്കാനും ഒക്കെ പോകും. പക്ഷെ സമാധാനം അനുഭവിക്കുന്നവർ ദൈവത്തിന്റെ നീതി എന്ന ഫലം കൊയ്യും. സമാധാനം അനുഭവിക്കുന്നവരെ അവർ തിരിച്ചറിയാൻ പറ്റും. സമാധാനം ഉള്ളവരാണോ, അവരുടെ മനസ്സിൽ സമാധാനം ഉണ്ടോ, അതോ അവർ ഡിസ്റ്റർബ്ഡ് ആണോ? ഒരുപാട് കാരണങ്ങളാലാണ് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. എന്നാൽ സമാധാനം ഉണ്ടാകുന്ന ഒരുപാട് കാരണങ്ങളാലല്ല, അതിനകത്ത് ദൈവത്തിന്റെ ഒരു നീതിയിലേക്ക് നമ്മൾ കയറി നിൽക്കുമ്പോഴാണ്. യഥാർത്ഥ സമാധാനം നമ്മിലേക്ക് വരുന്നത് ദൈവ സാന്നിധ്യം വരുമ്പോഴാണ്. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ ആലോചന. അതിലേക്ക് നമ്മുടെ മനസ്സ് തിരിയും തോറും നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ പാപശക്തികളും കലഹശക്തികളും അസൂയ ശക്തികളും കോപശക്തികളും പൈശാചികമായ അവകാശങ്ങളെല്ലാം മാറിപ്പോകും. ഓരോന്നോരോന്നും മാറിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഈ സന്ദേശത്തിൽ അവസാനം നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കും. നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ഹൃദയത്തിനകത്തോ ഏതൊക്കെ തരത്തിൽ കലഹങ്ങൾ അല്ലെങ്കിൽ സ്വസ്ഥത എടുത്തു കളഞ്ഞ സാഹചര്യം, സമാധാനം നഷ്ടപ്പെടുത്തിയ വിഷയങ്ങൾ, അവിടെയൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ സമാധാനം വാഴേണ്ടതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ 9 വരെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, 9-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ യഹോവയുടെ നിങ്ങളുടെ മേൽ എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അതിന് മുമ്പ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധി നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിയെയും ഓർമ്മയും ചിന്തകളെയും ഒക്കെ ഭരിക്കും. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യും. അപ്പൊ ചുരുക്കത്തിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ദൈവസന്നിധി പ്രാർത്ഥിക്കാത്തവർക്ക് ഒരിക്കലും സമാധാനം കിട്ടുകയില്ല. ദൈവത്തോട് സംസാരിക്കാത്തവർക്കും വിഷയം ഏൽപ്പിച്ചു കൊടുക്കാത്തവർക്കും ഭാരം കർത്താവിന് സന്നിധി പകരാത്തവർക്കും സമാധാനം കിട്ടുകയില്ല. എങ്ങനെ പറഞ്ഞാലും. അപ്പം നിങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചറിയിക്കുക, കർത്താവിനോട് അറിയിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ ദൈവത്തിന്റെ സമാധാനം വരും. ദൈവമല്ലേ, നമ്മൾ കർത്താവിന്റെ കാൽക്കൽ ഇരിക്കുമ്പോൾ, ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവമാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. ദൈവസന്നിധി ഇരിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതിനുശേഷം അതേ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നന്മയായതും ഗുണമായതും സൽകീർത്തിയായതും പുകഴ്ചയായതും മാനമായതും രമ്യമായതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴക്കുണ്ടാക്കാനുള്ള ഒരു പണിയും പിടിക്കരുത്. രമ്യമായതും സൽകീർത്തിയായതും ഗുണമായതും നല്ലതിനെ പിൻഗമിക്കുക. ധാർമ്മികത, നല്ല നീതിബോധം, അങ്ങനെ ചെയ്താൽ സമാധാനത്തിന് ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അകത്തേക്ക് ദൈവം സമാധാനം തരും. നിങ്ങളുടെ ബുദ്ധിയെയും ചിന്തകളെയും ക്രിസ്തുവിന്റെ സമാധാനം വാഴും. നല്ല ധാർമ്മികമായ കാര്യങ്ങളെയും നീതിബോധത്തെയും, ദൈവം തന്നിരിക്കുന്ന നീതിബോധത്തെയും നമ്മൾ മുറുകെ പിടിച്ചാൽ സമാധാനത്തിന് ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. റോമാലേഖനത്തില് ഒടുവിലത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന 16-20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. ഇന്ന് നിങ്ങളുടെ തലയുടെ മുകളിലായിരിക്കും പിശാച് കയറി അസമാധാനം കലക്കം ഉണ്ടാക്കും.
കുടുംബത്തിനകത്ത് എവിടെയും ഒരു സ്വസ്ഥതയില്ല. എല്ലാവരോടും പ്രശ്നം, എല്ലാത്തിനും പകയും പിണക്കവും അടിയും വഴക്കും എന്ന് വേണ്ട ആരും വിശ്വാസമില്ലാത്ത സ്ഥിതികൾ. എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളിലേക്ക് വരുമ്പോൾ ആ പിശാച് നിങ്ങളുടെ തലയുടെ മുകളിലല്ല, അവൻ കാൽക്കീഴാണ്. സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ വേഗത്തിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളിലേക്കൊന്ന് വരട്ടെ, നിങ്ങളുടെ കുടുംബത്തിലൊന്ന് വരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, കലഹത്തിന്റെ ദൈവമല്ല, സമാധാനത്തിന്റെ ദൈവമാണെന്ന് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ഹല്ലേലൂയ. കൃപാവരങ്ങൾ എത്രയുണ്ടെങ്കിലും, പ്രവചനപരം എത്രയുണ്ടെങ്കിലും ദൈവത്തിന്റെ സമാധാനം നമ്മളില്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ടാണ് ആ 14-ാം അധ്യായത്തിൽ പറഞ്ഞത്, കലഹമല്ല വിഷയം, സമാധാനമാണ്, ക്രിസ്തുവിലൂടെയുള്ള സമാധാനം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രോമിസുകളുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ക്രിസ്തുവിന്റെ സമാധാനം. ഹല്ലേലൂയ. എല്ലാ അസ്വസ്ഥതകളും ഭീതിയും ആകുലങ്ങളും വാഴ്ച നടത്തുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം ആ വാഴ്ചകൾ എടുത്തു മാറ്റിയിട്ട് യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിലേക്ക് വാഴും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴും. ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനത്തിൽ ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ആമേൻ. ദൈവത്തിന്റെ സമാധാനം ഇന്ന് ദൈവം നിങ്ങളെ ഒന്ന് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ തന്റെ ജനത്തിന് ശക്തി നൽകും, സമാധാനം നൽകി അനുഗ്രഹിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ സമാധാന പ്രഭുവായ യേശു ക്രിസ്തു നമ്മളോട് പറയാണ്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല. ഹല്ലേലൂയ. ആദിയും അന്തവും അവസാനവും ഇന്നുള്ളതും വരാനുള്ളതും ഒക്കെ നന്നായി അറിയുന്ന ഒരു കർത്താവിന്റെ ആ ശബ്ദം നമുക്ക് സാന്ത്വനം തരും, ഉറപ്പ് തരും, നമ്മുടെ ആകുലങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്ക് സ്വസ്ഥത തരും, സമാധാനം തരും. ആമേൻ. അതാരും എടുത്തു കളയാൻ പറ്റാത്ത. അതുകൊണ്ടാണല്ലോ ക്രിസ്തുയേശുവിനെ സ്വീകരിച്ചവരൊക്കെ എത്രയോ ആളുകൾ ഉപദ്രവിച്ചിട്ടും വിശ്വാസത്തിൽ നിന്ന് അവർ പിന്മാറാതെ കർത്താവിനെ തന്നെ മുറുകെ പിടിക്കുന്നത്. ക്രിസ്തുവിന്റെ സമാധാനം അവരിൽ വന്നതുകൊണ്ടാണ്. ആമേൻ. അത് ലോകം കൊടുക്കുന്നതല്ല, ആർക്കും എടുത്തു കളയാനും പറ്റത്തില്ല. ആമേൻ. നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും ക്രിസ്തുവിന്റെ സമാധാനം വാഴട്ടെ. എല്ലാ കലഹങ്ങളും അസ്വസ്ഥതകളും ആങ്സൈറ്റികളും ഭീതികളും എല്ലാം മാറിപ്പോകട്ടെ. ദൈവികമായ ഒരു സ്വസ്ഥത ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രിയ കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുക. അവിടുന്ന് സമാധാനം നൽകുന്ന ദൈവം, അവിടുത്തെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴുവാനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഹൃദയങ്ങളിലും വീടുകളിലും കർത്താവേ, അവരുടെ സകല വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വന്ന് വാഴ്ച നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമണ്ഡലത്തിലും മാനസികമണ്ഡലത്തിലൊക്കെയും പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന സകല ഭീതികളും മരണചിന്തകളും കലഹങ്ങളും അസ്വസ്ഥതകളും എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ അസമാധാനങ്ങളും മാറിപ്പോകട്ടെ. ദൈവിക സ്വസ്ഥത വന്ന് നിറയട്ടെ. യേശു ക്രിസ്തുവിന്റെ സമാധാനം ഈ മക്കളുടെ മേലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, അങ്ങേ തന്നെ പിൻഗമിക്കുവാൻ, അങ്ങയുടെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, അങ്ങേ സ്നേഹിച്ച് അങ്ങയുടെ പറ്റിയിരിപ്പാൻ ഈ മക്കളെ സഹായിക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം ഈ മക്കൾ സ്വസ്ഥത അനുഭവിക്കട്ടെ. അസ്വസ്ഥമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള ദൈവികമായ സാന്നിധ്യം മുറുകെ പിടിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. അവൻ സമാധാനം തരും, സമാധാനം നൽകി അവൻ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുറെ പേർക്ക് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പീസ്ഫുൾ ഡേ.